ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഞങ്ങൾ മന്നത്തും പെരുവാരത്തൊക്കെയാണ് ഒന്ന് പോയത്. തൊഴാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിൻ്റെ ഈ വീഡിയോസാണ്. അപ്പോൾ ഞങ്ങൾ നല്ല മഴയായിരുന്നു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കുറേ നാളായിട്ടോ ഞങ്ങളൊരു ലോങ് വീഡിയോ പോലെ ഇട്ടിട്ട്. ഷോർട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരും ഞങ്ങളെ വിട്ട് പോകരുത്, എല്ലാവരും കാണണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോസ് കണ്ട് എല്ലാവരും ലൈക്ക് അടിക്കണം. പിന്നെ ഇതിപ്പോൾ നമ്മുടെ അവിടെ NHൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം പോയത് മന്നത്തെ അമ്പലത്തിലാണ്. കുറേ നാളുകളായി പോകണം എന്ന് വിചാരിക്കുന്നു. കുറേ വർഷങ്ങളായി എന്ന് വിചാരിക്കാൻ അങ്ങനെ പോകാൻ സാധിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അവിടെ പോയി തൊഴാനായിട്ട് നമുക്ക് സാധിച്ചു. അതിന് ശേഷം നമ്മൾ അവിടെ നടന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ക്ഷേത്രമാണ് കേട്ടോ മന്നം എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീടിനടുത്ത് ഇളങ്ങന്നപ്പുഴയിലുണ്ട് ഇതേ മാതൃകയിൽ തന്നെയുള്ളൊരു അമ്പലമാണുള്ളത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് ഉപ്പാണ് വഴിപാടായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് പെരുവാരത്തേക്കാണ്. ഇവർ രണ്ടുപേരും എന്താ പറയുക, അച്ഛനും മകനുമാണല്ലോ. ശിവൻ്റെ അമ്പലവും സുബ്രഹ്മണ്യൻ്റെ അമ്പലവുമാണ്. അപ്പോൾ പെരുവാരം ക്ഷേത്രത്തിൽ ഇപ്പോൾ ഇത് പെരുവാരം ക്ഷേത്രത്തിൻ്റെ സൈഡാണ്. നല്ല മഴ പെയ്ത് തെന്നിയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഗോഷ്ഠിയൊക്കെ കാണിച്ച് നടന്ന് വീഴാനൊക്കെ പോകുന്നുണ്ട്. ഇത് അവിടുത്തെ ഒരു ഹാളാണ് കേട്ടോ. അപ്പോൾ ഇത് പെരുവാരത്തെ ക്ഷേത്രം. മന്നത്തപ്പനും പെരുവാരത്തപ്പനും നേരെയാണ് ഇരിക്കുന്നത്. പിന്നെന്താ, മന്നത്തപ്പൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞും പെരുവാരത്തപ്പൻ മന്നത്തപ്പനെ ഫേസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. പ്രാവുകൾക്ക് താമസിക്കാനായിട്ട് ഇവിടെ കൂടൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് അവിടെ അത് നോക്കി നിൽക്കുന്നുണ്ട്, ഈ പ്രാവുകൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട്. പണ്ട് ഇവിടെ ഒരു പശു ഉണ്ടായിരുന്നു. ഒരു 1-2 വർഷം മുമ്പ് അത് ചത്തുപോയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിട്ട് പിന്നെ നമ്മൾ അവിടെ ഒരു ഹനുമാൻജിയുടെ ക്ഷേത്രമുണ്ട്, അവിടെയും പോയി തൊഴുത് ഒക്കെയാണ് വന്നത്. ഇത് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ്. ഞങ്ങൾ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോയായിരുന്നു. അപ്പോൾ അപ്പൂമ്മയും ബസ് യാത്ര നടത്തിയതിൻ്റെ ഒരു വീഡിയോ ആണത്. 2 പേരും കൂടെ ബസ്സിലൊക്കെ കയറി ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾ ബസ്സിൽ പോവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പറവൂർ വരെ സുമേഷ് ചേട്ടനാക്കി തന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിനാണ് പോയത്. അപ്പോൾ ബസ്സിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ മിയ ചിരിക്കുന്നൊക്കെ ഉണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗോഷ്ഠികൾ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ചെറായി പാലത്തിൻ്റെ ആ സൈഡിലുള്ള വശങ്ങളിലുള്ള ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ശരിക്കും ഇത് ആ പുല്ലൊക്കെ വെട്ടിക്കളയുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാം. മരമാണ് കേട്ടോ, തണൽ മരങ്ങളാണ്. കുറേ ചാഞ്ഞ് നിൽക്കുന്ന കൊമ്പൊക്കെ വെട്ടിക്കളയുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാമായിരുന്നു. ശരിക്കും ഇത് പണ്ട് തുടങ്ങിയ ഒരു അത്ഭുതമാണ്. ഈ കെട്ടുകൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. പണ്ട് ഇതിലെ ബസ്സിൽ പോകുമ്പോൾ എനിക്ക് എപ്പോഴും ബസ്സിൻ്റെ സൈഡിലിരിക്കുന്നതാണ് ഇഷ്ടം, സൈഡ് സീറ്റിലിരിക്കുന്നതാണ് ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തായിരുന്നു അവർക്ക്. ഇത് ഞാൻ 10 വരെ പഠിച്ച സെയിൻറ്റ് അഗസ്റ്റിൻസ് സ്കൂളാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഉള്ള ഒരു കാഴ്ച കാണിച്ചു തരാവേ. അപ്പൂമ്മയും അപ്പോഴേക്കൊക്കെ തിരിച്ചു വന്ന് ബസ്സിലിരുന്നപ്പോഴേക്കൊക്കെ ഉറങ്ങിയായിരുന്നു അവർ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോടും കൂടി പറയുക. ടാറ്റാ.